Hi friends, RPM Tech Vlog in the Pudir Lake, Elark Solar. Madi Suzuki, other latest model, Mandicale Kurchel, car, Kurcheka. Think Korchi information selling details on the Parnera. Okay, friends, Maruti Suzuki off-road one diggle, power island in the Namla, Gypsy and Larkorea, Gypsy production in ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഈ കാലഘട്ടത്തിൽ ട്രെൻഡിങ് ആയിട്ട് വന്നൊരു വണ്ടി എന്ന് നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് ജിംനി ആണ് ഇപ്പോൾ ഓഫ് റോഡിൽ ഇറക്കിയിരിക്കുന്നത് 4 വീലർ സെഗ്മെന്റിൽ BS6 മോഡൽ വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ജിംനിയുടെ നമുക്ക് എന്താണ് പ്രത്യേകതകൾ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയേക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മളെ കൂടെ ഇന്നുള്ളത് ജിംനിയാണ് അപ്പോൾ ജിംനിയുടെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടും അതുപോലെ 4 വീൽ ഡ്രൈവിൻ്റെ പ്രത്യേകതകളും എന്തൊക്കെ മാറ്റങ്ങളാണ് വണ്ടിയുടെ സ്റ്റീറിങ്ങിലായാലും അതുപോലെ തന്നെ ഗിയർ ബോക്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നേക്കെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം സീറ്റിംഗ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് അത് ഓഫ് റോഡിനും ഇതിനൊക്കെ ചേർന്നൊരു സീറ്റിംഗ് ആണ് അതായത് ഞാനിപ്പോൾ ഇരുന്നിട്ട് ഞാനിതിൽ കറക്റ്റ് കംഫർട്ടബിൾ ആണ് ഇപ്പോൾ നമ്മളെ കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് അപ്പോൾ നമുക്ക് ഇത്ര ഒരു വൈഡിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് അതായത് ഇത്ര ഒരു ഏരിയ വരുന്നുണ്ട് അതായത് ലെങ്തി ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യണമെന്നുള്ളവർക്കും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കാരണം നല്ലൊരു കംഫർട്ടബിൾ റൈഡിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സീറ്റിംഗ് നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ ഇത്രയും ലെങ്ത്ത് സീറ്റിംഗ് നമുക്ക് അഡ്ജസ്റ്റബിൾ ഇതിൽ കിട്ടുന്നുണ്ട് ഓക്കെ അതുപോലെ 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിലായാലും എന്താണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു സാധാരണഗതിയിൽ ഗിയർ ഷിഫ്റ്റിംഗ് അല്ല വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഗിയർ മെക്കാനിസം തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ സാധാരണ ഗിയർ എപ്പോഴും ന്യൂട്രൽ പൊസിഷനിലും വണ്ടി 100 സ്പീഡ് കിലോമീറ്റർ എന്താണ് താഴെ ആയിരിക്കണം നമ്മളെ ഓഫ് റോഡ് ഗിയേഴ്സ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വീലുകൾ അതായത് വീൽ എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം സ്ട്രൈറ്റ് പൊസിഷനിലോട്ട് വീല് കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമ്മളെന്താണ് നമ്മൾ 4 വീൽ ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ വീല് സ്ട്രൈറ്റ് പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ട്രാൻസ്മിഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വാഹനം ഇപ്പോൾ സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്പീഡ് ഡൗൺ ആക്കണം എപ്പോഴും ട്രാൻസ്മിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ 100 സ്പീഡിൽ താഴെ ആയിരിക്കണം അതായത് 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി താഴെ ആയിരിക്കണം അതുപോലെ തന്നെ എപ്പോഴും വണ്ടി നിർത്തിയിട്ട് ട്രാൻസ്മിഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മളെ ന്യൂട്രലായിരിക്കണം നോർമൽ ട്രാൻസ്മിഷൻ ന്യൂട്രലായതിനു ശേഷം മാത്രം നമ്മളെന്താണ് നമ്മളെ 4 വീൽ ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ലിപ്പറി റോഡാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ ചെറിയ പൊടികളൊക്കെ ഉള്ള റോഡുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ടയർ സ്ലിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്താണ് നിങ്ങൾ ഈ 4H ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ കൊടുത്തേക്കണം നോക്കാം 2H 4H നമ്മൾ ഏറ്റവും ഫ്രണ്ട് സൈഡിലോട്ട് എന്താണ് 2H ആണ് 2Hലാണ് കിടക്കുന്നത് അതായത് 2H ഡ്രൈവിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട് വീൽ ഡ്രൈവിലോട്ട് മാത്രമാണ് പോകുന്നത് അതുപോലെ തന്നെ 4H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലൊക്കെ ഇതുപോലെ മഴ ടൈമത്ത് സ്ലിപ്പ് ആവുക അല്ലെങ്കിൽ ചെറിയ ചെറിയ മെറ്റൽ തരികളിലൊക്കെ എന്താണ് 4 വീൽ ഡ്രൈവ് സ്ലിപ്പ് ആവുക നമുക്ക് ഡ്രൈവ് കറക്റ്റ് ആവാത്തൊരു അവസ്ഥ വന്നില്ല എന്താണ് നമ്മൾ 4Hലോട്ട് ഇടുക അതായത് പിന്നിലോട്ട് ഒരു പൊസിഷൻ നമ്മളിപ്പോൾ ഇട്ടേക്കണത് 4Hലോട്ടാണ് അതുപോലെ തന്നെ 4L ലോഡ് വരുന്നുണ്ട് ഫുള്ളി ഓഫ് റോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇതുപോലെ കട്ടക്കല്ലുകളും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൊക്കെ നമ്മൾ എന്താണ് കയറ്റം കയറുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ലോഡ് ആവശ്യമായിട്ട് വരും അവിടെ നമുക്ക് സ്പീഡല്ല ഹൈ ടോർക്ക് വേണം അപ്പോൾ ഇത് ഹൈ ടോർക്ക് 4 വീലിലേക്കും ഒരുപോലെ പ്രൊഡ്യൂസ് ആവണം അല്ലെങ്കിൽ എന്താണ് വീലിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് ഒരുപോലെ നമുക്ക് വണ്ടി കയറി പോകാൻ പറ്റണം അപ്പോൾ അതിന് നമ്മൾ ലോഡ് യൂസ് ചെയ്യണം അപ്പോൾ അതിന് 4L എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ വെറുതെ പിന്നിലോട്ട് വലിച്ചാൽ പോരാ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എന്താണ് പ്രസ് ചെയ്തിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് 4 ലോഡ് ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡ്രൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ട് എന്താണ് നമ്മൾ ഡ്രൈവ് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവ് 4 വീലിലേക്കും ടോർക്ക് ആയിരിക്കുള്ളൂ ചെയ്യണത് ഹൈ ടോർക്ക് ആയിരിക്കുള്ളൂ ചെയ്യണത് നമ്മൾ വണ്ടി എളുപ്പത്തിന്
ഓഫ് റോഡ് കയറിയറും. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ 4L ഇവിടെ യൂസ് ചെയ്യണത്. ഓക്കെ, ഇത് നമ്മളെ ജിമ്നി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പൊ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ നമുക്ക് കുറച്ച് പ്രത്യേകത പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ലൈറ്റിൽ, അതായത് ഹെഡ് ലൈറ്റിൽ ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ് മെയിനായിട്ട്. അപ്പോൾ ഓഫ് റോഡ് വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഹെഡ് ലൈറ്റിലും ഗ്ലാസ്സിലൊക്കെ ചെളി തെറിച്ചിട്ട് അത് ഒരുപാട് നമുക്ക് എന്താണ് ലൈറ്റ് ഡിമ്മാവാൻ അതുപോലെ തന്നെ വിഷൻ ഡിമ്മാവാനൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ വൈപ്പർ വാഷർ അല്ലെങ്കിൽ മോട്ടറൊക്കെ ഹൈ പവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്ലാസ്സിൽ എന്താണ് വൈപ്പറിൽ നമ്മൾ വാട്ടർ ഗണ്ണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിലും എന്താണ് താഴെ ഇതുപോലെ തന്നെ ചെറിയൊരു വാട്ടർ ഗൺ വന്നിട്ടുണ്ട്. അത് നമ്മളെന്താണ് വൈപ്പർ ഗ്ലാസ് ക്ലീൻ ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റ് ഗ്ലാസ് ഇതുപോലെ തന്നെ എന്താണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് നേരെ എന്താണ് ഇതിൽ ഡയറക്റ്റ് നമ്മളെന്താണ് ഹെഡ് ലൈറ്റിലോട്ട് സ്പ്രേ ആയിട്ട് എന്താണ് ഇവിടെ ചളി അഴുക്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് പോകാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. BX6 വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ അതായത് ജിമ്മിനിയിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികളിലൊക്കെ അല്ലെങ്കിൽ മാരുതി എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ബോണറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൺസെഷനിലായാലും നമുക്ക് എഞ്ചിൻ്റെ പവറിലായാലും കാര്യങ്ങളായാലും BX6 വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ നല്ലൊരു ലേറ്റസ്റ്റ് ആയിട്ടാണ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു കൺസെഷൻ തന്നെ വന്നേക്കണത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ എയർ ഇൻടേക്കും അതുപോലെ തന്നെ എയർ ഫിൽറ്റർ എഞ്ചിൻ്റെ മൗണ്ടിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ എന്താണ് ലിക്വിഡ് കൂള് എഞ്ചിനാണ്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ ABS മോട്ടറും അതുപോലെ തന്നെ അസംബ്ലിയും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ABS ലൈനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാണിങ്ങിൻ്റെ ഒരു ബസറും നമുക്കിവിടെ കാണാൻ കഴിയും. വലിയൊരു റിസർവർ ടാങ്കായിട്ട് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈപ്പർ ടാങ്ക് കുറച്ച് വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് അകത്ത്. അത് ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് ഇതിലെന്താണ് ചെളിയും കാര്യങ്ങളും ഒരുപാട് ഗ്ലാസ്സിലേക്ക് അടിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വൈപ്പർ ടാങ്കിൽ എന്താണ് വൈപ്പർ ടാങ്ക് താഴേക്ക് ഇറക്കാതെ മേലെ ഒരു 3-4 ലിറ്റർ വെള്ളം കപ്പാസിറ്റി കൊള്ളാനുള്ള ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് വൈപ്പറിൽ ഗ്ലാസ്സിൽ ചെളിയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് കൺസെഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ വണ്ടികളിലൊക്കെ നമ്മൾ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ബാറ്ററി വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാറ്ററി റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ അടുത്തായിട്ട് തന്നെ ഇപ്പോൾ ECU കൺസോളും അതിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ റേഡിയേറ്റർ എന്തായാലും ഫ്രണ്ട് സൈഡിൽ ഉണ്ടാവും. അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ കൺസെഷനൊക്കെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് AC-യുടെ കണ്ടൻസറും ഫ്രണ്ടിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വർക്കിംഗ് ആയാലും പാർട്സ് ആയാലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇതിലോട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടൊരു ചേഞ്ച് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലുള്ളൊരു വ്യത്യാസമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ കൺസെഷൻ കാണാൻ കഴിയും. അതായത് നമ്മൾ ഫ്രണ്ട് ബമ്പറിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് സ്റ്റിയറിങ്ങിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ക്യാബിനിൽ നിന്നും ലെങ്തി ആയിട്ടുള്ള കണക്ഷൻ റോഡാണ് സ്റ്റിയറിംഗ് ബോക്സിലേക്ക് കണക്റ്റ് ആയിരിക്കുന്നത്. ലെങ്തി ആണെങ്കിൽ കൂടി നമ്മളെ സ്റ്റിയറിംഗ് പക്ക സ്മൂത്താണ്. ജിമ്മിനിയുടെ താഴെ ഭാഗത്തു നിന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ് സ്റ്റിയറിംഗ് റാഡ് പോണത്. ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ നിന്നും അതിൻ്റെ ക്യാം വഴിയാണ് ഇതിൽ നിന്നും പോകുന്നത് ഒറ്റ റാഡാണ്. ഈ ഒറ്റ റാഡ് നിങ്ങൾ ഈ കാണുന്ന സിൽവർ കളറിലുള്ള ഈ റാഡ് പോകുന്നത് നേരെ കാണുന്ന സ്റ്റിയറിംഗ് റാഡാണ്. അത് നമ്മളെ ഫസ്റ്റ് വീലിലേക്ക്, അതായത് ഫസ്റ്റ് വീൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വീലിലേക്കാണ് ആദ്യത്തെ കണക്ഷൻ പോകുന്നത്. സെക്കൻഡ് കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിൻ സൈഡിലൂടെ, അതായത് ഇതേ സെയിം റാഡ് വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള വീലിൻ്റെ പിൻ സൈഡിൽ നിന്ന് റാഡ് റൈറ്റ് സൈഡിലെ വീലിലേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. അതാണ് നമ്മൾ എന്താണ് റൈറ്റ് സൈഡിലെ വീലിനെ തള്ളി തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് മെക്കാനിസം വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഫ്രണ്ട് സൈഡ് ഡിഫറൻഷ്യലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് ട്രാൻസ്മിഷൻ പോയേക്കണം നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാക്ക് സൈഡിലെ ട്രാൻസ്മിഷനാണ് ആ കാണുന്നത്. ഓക്കെ, ഫ്രണ്ട് സൈഡിലെ ഡിഫറൻഷ്യൽ നിന്നും സെൻട്രലിൽ ഒരു ഗിയർ ബോക്സ് നമുക്ക് വരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ എന്താണ് ബാക്ക് സൈഡ് ഡിഫറൻഷ്യലിലോട്ട് ഡ്രൈവ് പോയേക്കണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് നമ്മൾ ജിമ്മിനിക്ക് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹൈറ്റ് നമ്മളെ വീൽ ബേസിൽ നമുക്ക് കാണാൻ കഴിയും. ജിമ്മിനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ജിമ്മിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. അപ്പോൾ ഒരു ഓഫ് റോഡ് ഡ്രൈവ് സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് അവൈലബിൾ ആവുന്ന ടൈമിൽ നമുക്ക് എന്താണ് ജിമ്മിനിയുടെ 4 വീൽ ഡ്രൈവും അതിൻ്റെ മെക്കാനിസവും അതുപോലെ തന്നെ അതിൻ്റെ പവറും എങ്ങനെയാണ് നമുക്കൊരു ഓഫ് റോഡിൽ എങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെന്നുള്ളത് നമുക്കൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജിമ്മിനിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് ട്രാൻസ്മിഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട്
മനസ്സിലാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ഗായ്സ്. ഓക്കെ ഫ്രണ്ട്സ്, മാരുതിയുടെ ഏത് മോഡൽ ന്യൂ കാറുകളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ മാരുതി പോപ്പുലർ ഡീലർഷിപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീലർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട കാറുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവും സ്വന്തമാക്കിയതിന് ശേഷം നിങ്ങളൊരു പുതിയ ജേർണി ആരംഭിക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.